കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ നീരാർന്ന ദുരിതങ്ങളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ അകലാത്ത രോഗങ്ങളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ ഉണങ്ങാത്ത മുറിവുകളില്ല. ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നല്ല രീതിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാമല്ലോ, വിശ്വാസം എടുത്തു കളയാൻ വേണ്ടി എപ്പോഴും
ശത്രു പണികൾ ചെയ്തുകൊണ്ടിരിക്കും. അല്ലേ? പ്രഭു നല്ല വിത്തല്ലേ നീ വിതച്ചത്, പിന്നെ കളകൾ എങ്ങനെ? മത്തായി 13:27-28 തിരുവചനങ്ങൾ. വേലക്കാർ ചെന്ന് വീട്ടുടമസ്ഥനോട് ചോദിച്ചു, യജമാനനെ, നീ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത്, പിന്നെ കളകളുണ്ടായത് എവിടെ നിന്ന്? അവൻ പറഞ്ഞു, ശത്രുവാണ് ഇത് ചെയ്തത്. അപ്പൊ നമ്മൾ എത്ര നല്ല വിത്ത് വിതച്ചാലും ശത്രു അവന്റെ ജോലി ചെയ്യും. ഇപ്പം കൃപാസനത്തെക്കുറിച്ച് ഒത്തിരിയേറെ തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ ഓൾറെഡി കിടക്കുന്നുണ്ട്. ശത്രു ചെയ്ത പരിപാടിയാണ്. അതെന്തുകൊണ്ടാണ് കൃപാസനത്തിൽ മാത്രം ഇങ്ങനെ, കൃപാസനത്തെക്കുറിച്ച് മാത്രം എന്തുകൊണ്ടാണ് ഇത്രയും വിമർശിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാം, സാത്താൻ വളരെയേറെ ശ്രദ്ധയോടുകൂടിയാണ് കൃപാസനത്തെ ശ്രദ്ധിക്കണത്. അമ്മയുടെ തനി സാന്നിധ്യം ഉള്ളത് കൊണ്ട് ഇവിടെ ആത്മാക്കൾ വീണ്ടെടുക്കുമെന്ന് സാത്താന് നല്ല കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവൻ്റെ പിണിയാളുകളെ കൊണ്ട് അവൻ ഇതുപോലെ കള്ളപ്രചരണങ്ങൾ നടത്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ മിക്കവാറും കേൾക്കത്തില്ല. എന്താ കാരണം വെച്ചാൽ കേൾക്കണമെങ്കിൽ വലിയ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഒരു കാര്യമില്ല. കാര്യം നമ്മുടെ സുവിശേഷ വേലയായിട്ട് മുന്നോട്ട് പോകും. എന്തുകൊണ്ടാണ് കേൾക്കണത് വലിയ കാര്യമില്ലെന്ന് പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. നമ്മൾ യുദാസിനെ കർത്താവ് അപ്പം മുക്കി കൊടുത്ത്, എന്നിട്ട് എന്താ പറഞ്ഞത്? മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും, നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യുക. അതാണ് നിലപാടതാണ്. യോഹന്നാൻ 13:27. അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. യേശു അവനോട് പറഞ്ഞു, നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക. ആരോടാ പറഞ്ഞത്? യുദാസിനോടല്ല. അപ്പക്കഷ്ണം സ്വീകരിച്ച ഉടനെ സാത്താൻ അവനിൽ പ്രവേശിച്ചു. യേശു അവനോട് പറഞ്ഞു. ആരോട് പറഞ്ഞു? സാത്താനോട്. അതാണ് സംഭവം. നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യുക. ഇതിനോട് ബന്ധപ്പെട്ടാണ് ഒരു വചനം ലിങ്ക് ചെയ്ത് വരണത്. മനുഷ്യപുത്രൻ, നീ എന്ത് ചെയ്താലും മനുഷ്യപുത്രൻ അവനെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും. ഇത് ഒരു ജീവിത നിലപാടാണ്. ഞാനത് കർത്താവിൻ്റെ കയ്യിൽ നിന്ന് പഠിച്ചതാണ്. എന്നുവെച്ചാൽ നമ്മളെക്കുറിച്ച് ആക്ഷേപങ്ങൾ, ഇപ്പം നിങ്ങൾക്ക് ഏഷണി, വൈരാഗ്യം, നിങ്ങളുടെ ജോലി മുടക്കുക, കല്യാണം മുടക്കുക, അല്ലേ, നിങ്ങളുടെ താത്തി കിട്ടുക, ഗ്രൂപ്പിസമായിട്ട് നിങ്ങളെ ഒഴിവാക്കുക, ഇങ്ങനെ ഒത്തിരി അഭ്യാസങ്ങൾ കുടുംബങ്ങളിലും നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലും സ്കൂളിലും എല്ലായിടത്തും നടക്കും. സ്കൂളെന്ന് പറയണ്ട, എല്ലാ മനുഷ്യൻ്റെ സമാജങ്ങളിലെല്ലാം ഇത് നടക്കും. അപ്പോൾ നമ്മുടെ നിലപാട് എന്താണ്? നമ്മൾ ഉടനെ അവിടെ വാക്കത്തേക്ക് പിടിക്കാൻ പോവുക? ഇല്ല. നമ്മളെന്ത് ചെയ്യും? സാത്താന് ചെയ്യാനുള്ള ചെയ്യട്ടെ. കാര്യം എന്താ? സാത്താനേക്കാൾ വലിയ ആയുധമാണ് നമ്മുടെ കയ്യിലുള്ളത്. എന്താണ്? മനുഷ്യപുത്രൻ, അവനെക്കുറിച്ച് പിതാവിൻ്റെ തിരുമനസ്സിൽ എന്തെഴുതിയിരിക്കുന്നു, സുവിശേഷത്തിൽ എന്താണ് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്, അതാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. പ്രവചനങ്ങൾ മാത്രമല്ല, സുവിശേഷത്തിലൊരു വിശ്വാസി ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണമെന്നാണ് സുവിശേഷം എഴുതിയിരിക്കുന്നത്. മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും. എന്താണ്? ശത്രുക്കളെ വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കുക മാത്രമേ ചെയ്യാവൂ. ലൂക്ക 6:27. എന്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഇതാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. പിടിയിട്ടില്ലേ? ഇതാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു വ്യക്തി പ്രതിരോധത്തിൽ വരികയും മറ്റുള്ളവർ നമ്മളെ സൈഡ്ലൈൻ ചെയ്യുകയും ഒഴിവാക്കുകയും നമ്മൾ വട്ടം ചവിട്ടുകയും നമ്മൾ വളർച്ച മുരടിപ്പിക്കുകയും നമ്മളെക്കുറിച്ച് ദൂഷണങ്ങളെല്ലാം പറഞ്ഞ് പരത്തുകയും ചെയ്യുമ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താണ്? നിങ്ങൾ ചെയ്യാനുള്ളത്
വേഗം ചെയ്യുക. കാര്യം നിന്നിൽ സാത്താൻ പ്രവശിച്ചുകൊണ്ടാണ് നീ ഇത് ചെയ്യണത്. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. അതാണ് സംഭവം. അല്ല, യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞ പ്രവചനങ്ങളെക്കാൾ ഉപരി ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താണ് ചെയ്യണമെന്നാണ് അവൻ പറയണ പോലെ ചെയ്യുകയല്ലേ ഉടമ്പടി, അല്ലേ? അവൻ പറയണ പോലെ ചെയ്യുന്നതാണല്ലോ, ചെയ്തോളാമെന്നാണല്ലോ നമ്മൾ ഉടമ്പടി പറയണത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ ചിലപ്പോൾ നാത്തൂനാകാം, ചിലപ്പോൾ ഹെഡ് മാസ്റ്ററാകാം, ചിലപ്പോൾ യൂണിയൻകാരാകാം, ചിലപ്പോൾ അയൽവാസികളാകാം. ഇങ്ങനെ ഉടമ്പടി ജീവിതത്തിന് ഒത്തിരിയേറെ ആൻറ്റിവൈറസുകളുണ്ടാവും. ഇപ്പം നമ്മളും അവരെപ്പോലെ ഒരു വൈറസായിരിക്കുന്ന സമയത്ത് നമുക്കത് പ്രശ്നമല്ല. നമ്മളൊരു വിശുദ്ധിയിലേക്കും കർത്താവിൻ്റെ സുവിശേഷ വിഹിതമായ ജീവിതത്തിലോട്ട് വരുമ്പോഴായിരിക്കും ഈ സംഭവങ്ങളെല്ലാം പത്തി വിടർത്തി വരണത്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം? ഇത് മൗനമായിട്ട് നിന്നുകൊണ്ട് ഇതിനെ നീ ചെയ്യാനുള്ളത് വേഗം ചെയ്തോളാൻ പറഞ്ഞു. നമ്മളെന്ത് ചെയ്യും? മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നവർ ഈ വിഷയത്തിൽ ഞാൻ എന്ത് നിലപാടെടുക്കണമെന്നാണ് എൻ്റെ കർത്താവ്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലേ ഇവിടെ ഒരു സാക്ഷ്യം വന്ന് സാക്ഷ്യമൊക്കെ എഴുതി വാങ്ങിച്ച് അത് പറയിപ്പിക്കണ ഒരു സിറ്റുവേഷൻ ആയപ്പോൾ ഇവിടെ സാക്ഷ്യത്തെ പറയിപ്പിക്കുന്നവർ അതിനകത്ത് ഇടപെട്ട് പറഞ്ഞു, ചേച്ചി അത് 20 വർഷമായിട്ട് മക്കളില്ല, അവർക്ക് 20 വർഷമായിട്ട് അവർക്ക് മക്കളില്ല. അതാണ് വിഷയം. ഉടമ്പടി എടുത്തപ്പോൾ ഉടനെ മക്കളെ കിട്ടി. അപ്പോൾ നല്ല സാക്ഷ്യമല്ലേ അത്? പക്ഷെ ഇവിടെ പറയിപ്പിച്ചില്ല. അതെന്താ പറയിപ്പിക്കഴിഞ്ഞത്? അത് അവരോട് ചോദിച്ചു, നിങ്ങളിത് IVF എടുത്തിട്ടാണ് ഇത് നടന്നതെന്ന് ചോദിച്ച്. അവർ പറഞ്ഞ് ഞങ്ങൾ IUI എടുത്താണെന്ന് പറഞ്ഞ്. അത് സഭാ പഠനങ്ങൾക്ക് വിരുദ്ധമല്ലേ? അതാണ് സംഭവം. സാക്ഷ്യം പറയിപ്പിക്കത്തില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ആദ്യം വചനത്തിൽ എന്ത് പറയണമെന്ന് നോക്കും. രണ്ടാമതാണ് വചനത്തിൽ തന്നെ അതാത് കാര്യങ്ങൾ. എന്തിനാണ് ഈ മാർപ്പാപ്പയൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് തിരഞ്ഞെടുക്കണത്? അതിനെന്തിനാണ് സംഘത്തെ വെച്ചിരിക്കണത്? നമ്മുടെ ആത്മാവിൻ്റെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ഒരു കാലങ്ങൾ മാറി മാറി വരുമ്പോൾ പുതിയ ആത്മീയ പ്രതിസന്ധികൾ ഉണരുമ്പോൾ അതിനെക്കുറിച്ച് ഉള്ളൊരു നോട്ട് തന്നിട്ട് നമ്മളെ ഗൈഡ് ചെയ്യണ്ടേ? അവിടെ കഴിക്കണ വലിയ വടി എന്താണ് ഇരിക്കണത്? ആ വടി കൊണ്ട് ഇങ്ങനെ ആടിൻ്റെ മുമ്പിൽ കൊണ്ടുപോകണമെന്ന് ഇങ്ങനെ അടിച്ചടിച്ചാണ് കൊണ്ടുപോകണത്. ആടിന് കണ്ണ് കാണാൻ പാടില്ലല്ലോ. 10 മീറ്ററിൻ്റെ അപ്പുറത്ത് ഇതിന് കാണത്തില്ല. അപ്പോൾ ഇടയൻ്റെ കയ്യിൽ എപ്പോഴും വടിയുണ്ടാവും. ആടിന് 10 മീറ്റർ അപ്പുറത്ത് കാണാൻ 10 അടി അപ്പുറത്ത് പിന്നെ കാഴ്ചയില്ല. അതുകൊണ്ട് ഇടയൻ്റെ കയ്യിലൊരു വടിയുണ്ടാവും. ആ ഇടയൻ എന്ത് ചെയ്യും? അടി കേൾക്കാൻ പറ്റുന്ന കാരണം പോകേണ്ട ദിക്ക് ഇങ്ങനെ അടിച്ച് കാണിക്കും, റോഡിലായിട്ട് അടിച്ച് കാണിക്കും. അപ്പോൾ ആട് ആ വഴിക്ക് തിരിച്ചു പോകും. അതിനാണ് ഈ വലിയ മാർപ്പാപ്പയുടെ കയ്യിലൊക്കെ മെത്രാന്മാരുടെ കയ്യിലൊക്കെ ഒരു വടി ഇരിക്കണില്ല. അവരുടെ അതായത് നമ്മൾ വിശ്വാസത്തിന് വ്യതിചലിക്കുന്നു എന്ന് കണ്ടാൽ അവർ നമുക്ക് നോട്ട് തരും ഉടനെ. അതാണ് സഭയുടെ സംവിധാനം എന്ന് പറയണത്. ഓരോരുത്തർക്കും തോന്നിയ പോലെ ജീവിക്കാൻ പറ്റത്തില്ല. അതിന് കർത്താവിൻ്റെ വചനമുണ്ട്, വചനത്തെക്കുറിച്ചുള്ള കൃത്യമായ വ്യാഖ്യാനമുണ്ട്. അതിന് ആ ജീവിത രീതിയിൽ ഒരു പുതിയ കാലം വരുമ്പോൾ, പുതിയ ശാസ്ത്രം, പുതിയ ഓപ്ഷൻസ് വരുമ്പോൾ അത് ദൈവഹിത പ്രകാരമാണോ എന്നുള്ളത് വ്യാഖ്യാനിച്ചിട്ട് കറക്റ്റ് വഴി പറഞ്ഞു തരൂ. അതിനാണ് ഇടയനെന്ന് പറയണത്. മെത്രാന്മാരൊക്കെ നമ്മൾ എന്താ വിളിക്കണത്? ഇടയനെന്നാണ് വിളിക്കണത്. അവരെഴുതുന്ന ലേഖനങ്ങൾക്ക് എന്താ പറയണത്? ഇടയലേഖനം എന്നാണ് പറയണത്. ഇടയലേഖനം എന്നാണ് പറയണത്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സഭ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ നമുക്കൊരു സംശയം വന്നാൽ നമ്മൾ വന്ന് ചോദിക്കും, ഇതെങ്ങനെയാണ് കാര്യം. നമ്മളിവിടെ ഈ കുറച്ച് നാളല്ലേ ജീവിക്കത്തുള്ളൂ. എത്ര കാലം ജീവിക്കും? മാക്സിമം വന്നാൽ 70 കൊല്ലം ജീവിക്കും. 70 കൊല്ലം കഴിഞ്ഞുള്ള ജീവിതം. ഇപ്പോൾ മാർപ്പാപ്പയാണെന്ന് മെത്താന്മാരൊക്കെ 75 വർഷം, അച്ഛന്മാരൊക്കെ ഇപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ളവർ 75 വയസ്സ് റിട്ടയർ ചെയ്യാൻ പറഞ്ഞിരിക്കും. പിന്നെ ബുദ്ധിബോധമൊന്നും ഉണ്ടാകത്തില്ലെന്ന് നമുക്കറിയാം. 75 വയസ്സ് കഴിഞ്ഞാൽ തന്നെ റിസൈൻ ചെയ്തിട്ട് പ്രീസ്റ്റ് കോലിൽ പോയിരിക്കാൻ പറയും. അവിടെ ഉള്ള തന്നെ കഞ്ഞിയും കുടിച്ച് ചാപ്റ്റർ കോഴ്സ് ചെയ്യോടെ. അത്ര ടൈമുള്ളത് നമുക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബുദ്ധി ഉണ്ടാകത്തില്ല, ഓർമ്മ ഉണ്ടാകത്തില്ല, വല്ലതുമൊക്കെ വിളിച്ച് പറയും. അപ്പോൾ സഭ ഈ വിഷയത്തിലെല്ലാം വളരെ കരുതലുള്ള ആണ്. ജനങ്ങളെക്കുറിച്ച്, അവരുടെ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് കരുതലാണ്. ജനങ്ങൾക്കും അതുപോലുള്ള ഒരു കരുതൽ വേണം. എന്താ കരുതൽ വേണ്ടത്? അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ
അവൻ പറഞ്ഞ പോലെ തന്നെയാണോ? മനസ്സിലായി? അതാണ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉടമ്പടി എടുത്താലും എടുത്തില്ലെങ്കിലും ഓപ്ഷൻ ഉടമ്പടിയേ ഉള്ളേ. മനസ്സിലായില്ലേ? ഉടമ്പടി എടുത്താലും എടുത്തില്ലെങ്കിലും നമ്മുടെ തിരഞ്ഞെടുപ്പ് എന്താണ്? ജീവിത ഉടമ്പടിയാണ്. ദൈവത്തോട് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ചെയ്യുകയാണ് ജീവിതം. അങ്ങനെയുള്ളവരെന്താണ് ഉദ്ദേശിക്കുന്നത്? അവരിവിടെ ഉള്ള വിജയമോ അത് തന്നെ ഇവിടെയുള്ള മൽപ്പിടുത്തമോ അതിൻ്റെ അകത്തുള്ള ജയമോ ഒന്നും അല്ല ഉദ്ദേശിക്കുന്നത്. എന്താണ്? നിത്യതയാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഉടമ്പടിയുടെ യഥാർത്ഥ ഉടമ്പടിയിൽ നമുക്ക് വരുന്നൊരു ഗുണമെന്ന് പറയുന്നത്. നിത്യത എപ്പോഴും നിങ്ങളെ ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കണത്? എന്തുകൊണ്ടാണ് നമുക്ക് ഉടമ്പടി കിട്ടിയത്? മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സംഭവിച്ചത് കൊണ്ടല്ലേ ഉടമ്പടി കിട്ടിയത്. ഉടമ്പടി കിട്ടിയത് നമുക്ക് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം 2004 സംഭവിച്ചതാണ്. അത് 10 കൊല്ലം അതിനെക്കുറിച്ച് യാതൊരു ടോക്കുമില്ല. 10ാമത്തെ കൊല്ലം ഞാൻ വാടിപ്പെട്ടി പോയപ്പോൾ പറഞ്ഞു, നീ അകത്ത് കയറണ്ട, ഇവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞു. അഭ്യാസമൊന്നും വേണ്ട. കാര്യം എന്താണ്? നിൻ്റെ അടുത്ത് ഞാൻ നേരെയാണ് പ്രത്യക്ഷപ്പെട്ടത്. ഇവിടെ ഞാനൊരു നിഴൽ പോലെയാണ് പ്രത്യക്ഷപ്പെട്ടത്. അവരെന്ത് മനോഹരമായിട്ടാണ് ആ പ്രത്യക്ഷീകരണത്തെ അംഗീകരിച്ചിരിക്കുന്നത്. നീ ആരെയൊക്കെ പേടിച്ചത് പൂത്തിവെച്ചില്ലേ? നിൻ്റെ ആത്മകാര്യത്തിന് കടമാണെന്ന് പറഞ്ഞ്. അതാണ് എൻ്റെ കാത്തു കയറ്റാഞ്ഞത്. നീ മരിച്ചു ചെന്നാൽ നിനക്കിത് കടമാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ രണ്ടും കലപ്പ് ഇവിടെ വന്നു വെച്ചാൽ എന്ത് ചെയ്യുന്നറിയോ? ഒരു തൂണെടുത്ത് വെച്ചിട്ട് ആദ്യം അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ലൂർദ് മാതാവിനെ പ്രതിഷ്ഠിച്ചു. അതാണ് ആ മാതാവ്. ആദ്യം പ്രതിഷ്ഠിച്ച മാതാവാണ് അവിടെ ഇരിക്കണത്. ഇവിടെ പുതുക്കുന്ന സ്ഥലത്തിരിക്കണില്ലേ? അതാ മാതാവാണ്. മാതാവിനെ പ്രതിഷ്ഠിച്ചിട്ട് ഒരു പ്രർത്ഥനയും തുടങ്ങി. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദശവത്സര പ്രാർത്ഥനയിൽ അമ്മ ആഗ്രഹിക്കുന്നൊരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണം. ജനങ്ങൾക്ക് ചീട്ടടിച്ചു കൊടുത്ത് കൊച്ചു പ്രാർത്ഥന അടിച്ചു കൊടുത്തിട്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമായി അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണമേ. എന്നിട്ട് ഇവിടെ ഉള്ളവർക്കെല്ലാം കൊടുത്തിട്ട് അവസാനം ഞാനിവിടെ ജോസി എന്ന് പറഞ്ഞൊരു സഹോദരനുണ്ട് ഇവിടെ. ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ജോസി പറഞ്ഞപ്പോൾ, ജോസി ഇതിൻ്റെ ഒരു 10,000 കോപ്പി അടിക്കണം, മല ഇറങ്ങി വരുന്ന എല്ലാവർക്കും കൊടുക്കണമെന്ന് പറഞ്ഞു. മലയാറ്റൂർ മല കയറാൻ പോണില്ലേ, അതിൻ്റെ ചവിട്ടിപ്പോയി നിന്നിട്ട് ഇറങ്ങി വരുന്ന അണ്ണന്മാർക്കെല്ലാം കൊടുക്കണം. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, അതിൻ്റെ സ്ഥിരീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. അപ്പോൾ ഈ ഒരു ബോധം ഇങ്ങനെ 6 മാസം കഴിഞ്ഞപ്പോഴാണ് അമ്മ ഉടമ്പടി പ്രാർത്ഥന തരണത്. അതാണ് അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതി എന്ന് പറയുന്നത്. അമ്മ ചോദിച്ചത് എന്താ? അമ്മ ആഗ്രഹിക്കുന്നൊരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണം. അപ്പോൾ കൃപാസനത്തിൽ നിറവേറണം. അത് എന്ത് പ്രാർത്ഥനയെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. ഞാൻ വാടിപ്പടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ നാക്കിൽ വന്ന പ്രാർത്ഥനയാണത്. അമ്മ ആഗ്രഹിക്കുന്നൊരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണമേ. അപ്പം കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ പ്രത്യക്ഷീകരണം കൊണ്ട് ദൈവം കലക്കും. ഒരു സംശയമില്ല കാര്യം. കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വൃത്തിയും മേനയുടെ നേരെ ചൊവ്വയാണ് ഉടമ്പടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ വിവരം അറിയും. കാര്യം എന്താ? ഇത് സീൽഡാണ്. എന്തിൻ്റെ സീൽഡാണ്? അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സീൽഡാണ്. ഞാൻ പ്രത്യക്ഷീകരണം ഏറ്റുപറഞ്ഞ് എന്ത് വന്നത് വന്നോടുത്ത് വെച്ച് കാണാം, അല്ലെങ്കിൽ ദൈവം കണ്ടോളൂ എന്നും പറഞ്ഞുകൊണ്ട് 2004 സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷീകരണം ഞാൻ റിസ്ക് എടുത്ത് ഏറ്റുപറഞ്ഞപ്പോഴാണ് അമ്മ അത് ഉടമ്പടി പ്രാർത്ഥനയൊക്കെ കൺവേർട്ട് ചെയ്ത് തന്നത്. ഇതുപോലെ നിങ്ങളീ പ്രത്യക്ഷീകരണത്തിന് ഏറ്റുപറഞ്ഞാൽ ഉടമ്പടി പെട്ടെന്ന് കത്തും. അതാണ് എപ്പോഴും നമ്മൾ ഉടമ്പടി എപ്പോഴും ഫയറാക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് ഈ പ്രത്യക്ഷീകരണമാണ്. അതായത് ഞാനിപ്പോൾ അലക്സച്ചനും അതുപോലെ തന്നെ സിസ്റ്റേഴ്സൊക്കെ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ നിങ്ങളുടെ സാക്ഷ്യം എടുത്തിട്ട് അത് പ്രത്യക്ഷീകരണത്തിൻ്റെ എക്സ്പ്രഷൻസ് എന്തുമാത്രം അതിൻ്റെ തൊണ്ടെന്ന് നോക്കിയിട്ട് അതനുസരിച്ചാണ് സാക്ഷ്യം വ്യാഖ്യാനിച്ച് തരണത്. അതെല്ലാം ഓരോ സാക്ഷ്യവും പ്രത്യക്ഷീകരണത്തിൻ്റെ തെളിവുകളാണ്.
പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, കൃപാസനത്തിൽ ഞാൻ പരിശുദ്ധ അമ്മ വഴി അങ്ങയോട് ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി ജീവിത രീതി എന്നെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയാക്കാൻ എന്നെ തന്നെ ഒരുക്കുന്നതായിട്ട് ഞാൻ ഏറ്റുപറയുകയും എന്നെ സുവിശേഷത്തിന്റെ സാക്ഷിയാകാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ശ്രുതികടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജോലിയില്ലാത്തവർ, ജോലി നഷ്ടപ്പെടാൻ പോകുന്നവർ, നഷ്ടപ്പെട്ട ജോലിക്ക് വേറെ സ്ഥലത്ത് കിട്ടാൻ പോകുന്നത് എന്ത് ചെയ്യണമെന്നൊരു തിട്ടമില്ലാത്ത ആൾക്കാരുണ്ട്. ഏത് രാജ്യത്ത് പോകണം, ഏത് ജോലി ചെയ്യണം, ഇവിടെ തന്നെ എന്താ ചെയ്യേണ്ടതെന്നതിനെക്കുറിച്ച് ഐഡിയ ഇല്ലാത്തവരുണ്ട്. ആപ്പാട് ജീവിതം കലങ്ങി മറിഞ്ഞ് കുഴഞ്ഞു കിടക്കുന്നവരുണ്ട്. അവർക്കെല്ലാം കൃത്യമായ ബോധ്യങ്ങൾ, അതായത് 72 മണിക്കൂറിനുള്ളിൽ ദൈവം അവരുടെ വിഷയത്തിന് മേൽ കൃപാസന അമ്മ ദൈവമാതാവിൻ്റെ പ്രത്യേകമായി ഇടപെടലുണ്ടാകുന്നതിന് വേണ്ടി ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. എപ്പോഴാണ് ഈ പ്രാർത്ഥന കൂടാൻ ഇടവരണത്? ചിലപ്പോൾ 2 കൊല്ലം കഴിഞ്ഞായിരിക്കും ചില ആൾക്കാർ ഈ പ്രാർത്ഥന കൂടുന്നത്. അപ്പോൾ അവരുടെ വിഷയത്തിന് മേൽ 72 മണിക്കൂറിനുള്ളിൽ ആ വിഷയത്തിന് ദൈവം തീരുമാനം ഉണ്ടാക്കും. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് യേശുവിൻ്റെ നാമത്തിലാണ് നമ്മൾ പ്രത്യാശിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമയബന്ധിതമായിട്ട്, സമയമായില്ല കൃപാസനം പ്രാർത്ഥനകളെല്ലാം സമയത്തിന് മേൽ ദൈവത്തിൻ്റെ അധികാരം പരിശുദ്ധ അമ്മയിലൂടെ പ്രഖ്യാപിക്കുന്നതാണ് ഉടമ്പടി. ശ്രദ്ധിക്കട്ടെ. വഴക്കുള്ള കുടുംബങ്ങള്, എപ്പോഴും കശപിശയും വർത്തമാന പിശകുകളും, സ്നേഹം തണുത്തുപോയ കുടുംബങ്ങള്, ആരുടെ കാര്യം താല്പര്യമില്ല, എവിടെയെങ്കിലും പോയി തൊലയെന്നുള്ള രീതിയിൽ, വല്ലാത്ത രീതിയിൽ വഴിയമ്പലത്തിൽ താമസിക്കുന്ന ഗതികെട്ട അവസ്ഥയിൽ ജീവിക്കുന്നവര്, അവരുടെ മേലെല്ലാം ദൈവത്തിന്റെ കൃപയുണ്ടാകുന്നതിന് വേണ്ടി, പുതിയൊരു ജീവിത ക്രമീകരണം ഉണ്ടാകാൻ വേണ്ടി പരിശുദ്ധ ദേവമാതാവിന്റെ മാധ്യസ്ഥത്തിന് അവരുടെ മേൽ ദൈവത്തിനൊക്കെ ശക്തി ഉണ്ടാകട്ടെ, അവരുടെ ദൈവത്തിന്റെ ദിശാബോധം ഉണ്ടാകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 പിരിഞ്ഞുപോയ ഭാര്യാഭർത്തകന്മാർ ഒരുമിച്ച് ജീവിക്കാൻ വീണ്ടും ആഗ്രഹിക്കുന്നവരെ, കോടതി കേസ് അനുകൂലമായി വിധിച്ചുകൊണ്ട് ദൈവത്തിന് നീതി നിറവേറാൻ ആഗ്രഹിക്കുന്നവരെ, തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ ഉദ്ദേശിക്കുന്നവരെ, അവരുടെ പ്രാർത്ഥനകളുടെ മേലെല്ലാം ദൈവത്തിന്റെ തീരുമാനം ഉണ്ടാകാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. 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 വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് മൗനമായി പ്രാർത്ഥിക്കുക. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ
ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഹൃദയത്തിൽ ശങ്കിക്കാതെ ഈ മലയോട് കടലിൽ ചെന്ന് വീഴുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് തിരുവചനത്തിലൂടെ നീ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരികയായിരുന്നു. ഈശോയെ, എപ്പോഴും സന്തോഷത്തോടു കൂടിയിരിക്കുവാൻ, എല്ലാ കാര്യങ്ങളിലും കൃതജ്ഞത പ്രകാശിപ്പിക്കുക എന്നതാണ് ദൈവഹിതമെന്ന് തിരുവചനത്തിലൂടെ വെളിപ്പെട്ടത് അനുസരിച്ച് ഈശോയെ എല്ലാ കാര്യങ്ങളും നന്ദി പറഞ്ഞ് ഈശോയെ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് അധിക അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്ക് ആരാധന. കുരിശിൻ ചാരെ വരും എന്നുടെ വീട്ടിൽ വരുമമ്മ. സങ്കടരാവുകളിൽ എന്നുടെ സങ്കീർത്തനമമ്മ. സേറാഫുകൾ ചിറകു വിരിച്ചാലും